സദൃശവാക്യങ്ങളുടെ പുസ്തകം 31 അധ്യായം അതിൻ്റെ 10 വാക്യത്തിൽ, സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും? അവളുടെ വില മുത്തുക്കളിലും ഏറും. ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവൻ്റെ ലാഭത്തിന് ഒന്നും കുറവില്ല എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമെന്ന് പറയുന്നു. ഒരു സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ നോക്കുകയും കുടുംബത്തെ സമാധാനപരമായിട്ട് കൊണ്ടുപോകണം. ഒരു നല്ല സാമർഥ്യമുള്ള ഒരു പെണ്ണെന്ന് പറയുമ്പോൾ സ്നേഹവും ഒരു താഴ്മയുമാണ് അവൾക്ക് ഏറ്റവും വേണ്ടത്. ഒരു വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സും. പ്രിയ ദൈവമക്കളെ, ഒരു സ്നേഹവും താഴ്മയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ആ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ നടത്തുവാൻ പറ്റും. നമുക്കറിയാം, യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചതുകൊണ്ട് താഴ്മയുടെ അടിമയുടെ ഒരു രൂപം എടുത്ത് വന്നിട്ട് ആ ഒരു താഴ്ന്ന രൂപത്തിൽ തന്നെ ജീവിച്ച് സ്നേഹത്തെ ലോകത്തോട് കാണിച്ച് അടുത്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഇന്നും ജീവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആ ഒരു സ്നേഹമാണ് നമ്മെ ക്രൂശിലോട്ട് അടുപ്പിച്ചത്, അല്ലെങ്കിൽ ദൈവത്തിലോട്ട് യേശുക്രിസ്തുവിലോട്ട് അടുപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതേപോലെ നാം സ്നേഹമുള്ളവരായിരിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലെ, എപ്പോഴും ദൈവത്തോട് നാം അടുത്തിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനമായ ഒരു കുടുംബം ചെയ്യാൻ പറ്റും. വീട്ടിൽ നമുക്കറിയാം, ഒരു പെണ്ണിനെതിരായിട്ട് ആ ഒരു കുടുംബത്തിൽ നിന്ന് പലവിധമായ പ്രശ്നങ്ങൾ ഏറി വരാം. വാക്കുവാദങ്ങളായാലും ശണ്ടകളായാലും താഴ്ത്തിക്കെട്ടുന്നതായാലും എന്ത് തന്നെ ഒരു പെണ്ണിന് നേരെ വന്നാലും അത് സ്നേഹത്തോടും സമാധാനത്തോടും വിട്ടുകൊടുത്ത് നാം ജീവിക്കുകയാണെങ്കിൽ അവളുടെ വില മുത്തിനേക്കാളും ഏറെ എന്നാണ് ബൈബിൾ പറയുന്നത്. അതേപോലെ അവളുടെ ഭർത്താവിൻ്റെ ഹൃദയം അവളെ വിശ്വസിക്കും, അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, സമ്പത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അവൻ്റെ ലാഭത്തിന് ഒരു കുറവും വരികയില്ല എന്ന് പറയുന്നു. ലാഭമെന്ന് പറയുമ്പോൾ ഒരു ലോകപ്രകാരമായ ലാഭമോ അല്ലെങ്കിൽ സമ്പത്തോ അല്ല, ഒരു ഒരു ലാഭവും ആത്മീക സമ്പത്തുമാണ്. പ്രിയ ദൈവപൈതൽ, ഒരു സമാധാനമുള്ള ഒരു സ്ത്രീയാവുമ്പോൾ, ഒരു ഗുണശാലിയായ ഒരു സ്ത്രീയാവുമ്പോൾ ആ ഭർത്താവിന് എപ്പോഴും സന്തോഷവും സമാധാനവുമാണ്. ദൈവത്തിലൊരു ആശ്രയിച്ച് ജീവിക്കുവാൻ കഴിയും. മറ്റുള്ള പ്രതിസന്ധികളെല്ലാം നേരിടുവാനുള്ള ഒരു ധൈര്യം ആ ഭർത്താവിന് കിട്ടുന്നു. അവിടെ അവൻ്റെ ഹൃദയം ആകെ ഈ തൻ്റെ ഭാര്യയെ വിശ്വസിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ദൈവസന്നിധിയിൽ നാം ദൈവകൽപ്പനകൾക്ക് കീഴ്പ്പെടുകയും നാം നല്ലൊരു സാമർഥ്യമുള്ള പെണ്ണായി ജീവിപ്പാൻ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെ നാം ഒരു കുടുംബ ജീവിതം ചെയ്ത് അത് നമുക്ക് ഒരു മാതൃകയുള്ള കുടുംബം, ഒരു ക്രിസ്തീയ കുടുംബമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.